പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിൽ കർണാമൃതമായി ഒഴുകിയെത്തുന്നത് ഒരു കഥാപ്രസംഗമാണ്. ഈ അമൃതയത്ത് നമുക്ക് വിളമ്പുവാനായി ഇവിടേക്ക് എത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അമ്മ പാർവതി അമ്മയാണ്. യാതൊരുവിധ വാദ്യോപകരണങ്ങളുടെയും പിന്തുണയില്ലാതെ അതിമനോഹരമായി അമ്മ പറഞ്ഞിരിക്കുന്ന ഈ കഥാപ്രസംഗം എൻ്റെ എല്ലാ പ്രിയമിത്രങ്ങളും കേൾക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ എല്ലാ പ്രിയമിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ കഥാപ്രസംഗം കേൾക്കുവാനായി എൻ്റെ എല്ലാ പ്രിയമിത്രങ്ങളെയും ചാനലിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ കഥാപ്രസംഗം ഇവിടെ അവതരിപ്പിക്കുവാനായി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അമ്മ പാർവതി അമ്മയെ ഞാൻ സുസ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഥാപ്രസംഗം അവതരിപ്പിക്കുവാൻ വേണ്ടി കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക്. എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ പാർവതി നേത്യാർ, ഒറ്റപ്പാലം. കാഥികയല്ല, കലാകാരിയല്ല ഞാൻ, കേവലം നിങ്ങളിലൊരാളു മാത്രം. കാഥികയല്ല, കലാകാരിയല്ല ഞാൻ, കേവലം നിങ്ങളിലൊരാളു മാത്രം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടത്തോഴനായി ക്രിസ്തുഅബ്ദം 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭക്തനായ ഒരു നമ്പൂരിയുടെ കഥ. അതാണ് ഇന്നത്തെ കഥ, പൂന്താനം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. അതെ, ഭക്തനായ പൂന്താനം തിരുമേനിയുടെ കഥ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നീ കണ്ട തടിക്കൂ വിനാശവും, ഇന്ന നേരം എന്നേതുമറിഞ്ഞില്ല. കൃഷ്ണചിന്ത തുളുമ്പുന്ന ഗീതങ്ങളും ഭക്ത്യാധിഷ്ഠിത തത്വചിന്ത പ്രകാശിപ്പിക്കുന്ന കാവ്യങ്ങളും കൊണ്ട് മലയാളികളെ പുളകമണിയിച്ച കവി, അതാണ് പൂന്താനം തിരുമേനി. പൂന്താനത്തെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങളുണ്ട്. പൂന്താനം എന്ന ഇല്ലപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പൊട്ടിച്ചിരിച്ചു കുണുങ്ങിപ്പായും കൊച്ചരുവി തൂതപ്പുഴ, തൂതപ്പുഴയുടെ അക്കരെ കാണാം കേളി കേട്ട പൂന്താനമില്ലം. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിലെ നെന്മേനി അംശത്തിലെ പൂന്താനം അഥവാ പൂങ്കാവനം എന്ന കവിഗൃഹത്തിലെ ഒരു നമ്പൂതിരി, ശുദ്ധനായ ഒരു നമ്പൂതിരി. പൂന്തേനാകുന്ന പല കാവ്യങ്ങൾ കണ്ണന് സമർപ്പിച്ച പൂന്താനം, പൂന്തേനാകുന്ന പല കാവ്യങ്ങൾ കണ്ണനു സമർപ്പിച്ച പൂന്താനം. ഏറെക്കാലം പൂന്താനത്തിന് മക്കളില്ലായിരുന്നു. ആ ദുഃഖത്തിലും അദ്ദേഹം കൃഷ്ണനിലാണ് അഭയം തേടിയത്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. അങ്ങനെ ഉണ്ണിക്കണ്ണനെ തൻ്റെ മകനായി സങ്കല്പിച്ച് ഭഗവാനാണെങ്കിൽ പൂന്താനത്തിൻ്റെ കൂടെ കളിച്ച് സ്വന്തം മകനെ പോലെ തന്നെ ഏതു നേരം കൂടെ ഉണ്ടായി. ആ അവസരത്തിൽ, അങ്ങനെ പോകുന്ന അവസരത്തിലാണ് ഒരുപാട് നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം പൂന്താനത്തിനതാ ഒരു ഉണ്ണി പിറന്നിരിക്കുന്നു. ഉണ്ണിക്കണ്ണനെ പോലെ തന്നെ സുന്ദരനായ ഒരു ഉണ്ണി. പൂന്താനത്തിന്, അദ്ദേഹത്തിൻ്റെ വേളിക്കും പൂന്താനത്തിനും ഉണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, 1000 നേർച്ച നേർന്നുണ്ടായൊരുണ്ണി, ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, 1000 നേർച്ച നേർന്നുണ്ടായൊരുണ്ണി, ഭഗവാൻ സമ്മാനമായി തന്നോരുണ്ണി, ആരോമലാം കണ്ണനുണ്ണി. ഉണ്ണിയുടെ അന്നപ്രാശന കർമ്മം, അതായത് ചോറൂണ് കർമ്മം
നടക്കുകയാണ്. കഴിവിനൊത്തവണ്ണം അത് ആർഭാടമായി തന്നെ നടത്താൻ അവർ തീരുമാനിക്കുന്നു. എല്ലാവരെയും ക്ഷണിച്ച എല്ലാവരും വന്നു. മുഹൂർത്തം പക്ഷേ രാത്രിയിലായിരുന്നു. ഉണ്ണിയെ ഒരു ഭാഗത്ത് ഉറക്കി കിടത്തിയിട്ട് പൂന്താനത്തിൻ്റെ പത്നി അതിഥികളെയും മറ്റും സ്വീകരിക്കുന്നതിനായി വീടിൻ്റെ മുൻവശത്തേക്ക് പോയി. ഈ സമയം അതിഥിയായി വന്ന ഏതോ ഒരു സ്ത്രീ ഉണ്ണി കിടന്നുറങ്ങുന്നത് ശ്രദ്ധിക്കാതെ തൻ്റെ ഉത്തരീയം എന്ത് ചെയ്തു, ഉണ്ണിയുടെ മേൽ അലക്ഷ്യമായിട്ടിട്ട് പോയി. പിന്നാലെ വന്ന മറ്റൊരു സ്ത്രീയും അവരുടെ മേൽ മുണ്ട് ഊരി അവിടെ തന്നെ ഇട്ടു. അങ്ങനെ ഒരുപാട് ചേലകൾ ഉണ്ണിയുടെ മുഖത്ത് വീണു. ചോറൂണിൻ്റെ മുഹൂർത്തത്തിന് അല്പം മുമ്പ് ഉണ്ണിയെ എടുത്ത് കുളിപ്പിക്കുവാനായി ചെന്ന ആ അമ്മ കണ്ടത് തുണിക്കെട്ടുകൾക്കിടയിൽ ശ്വാസം മൂട്ടി മരിച്ചു കിടക്കുന്ന തൻ്റെ പൊന്നോമന പുത്രനെയാണ്. പൊന്നുമോനെ, നിനക്ക് എന്തു പറ്റിയിടാ? കണ്ണൊന്ന് തുറക്കൻ്റെ ഉണ്ണി, ആ അമ്മ വാവിട്ട് നിലവിളിച്ചു. പൂന്താനവും ആ കാഴ്ച കണ്ട് സങ്കടം സഹിയാഞ്ഞ് തല തല്ലിക്കരഞ്ഞു. അതെങ്ങനെ ഉണ്ടായ ഉണ്ണിയാണ്? ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, 1000 നേർച്ച നേർന്നുണ്ടായൊരുണ്ണി. പുത്രവിയോഗം പൂന്താനത്തിൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു. ഉണ്ണി മരിച്ചതോടെ അദ്ദേഹം തീർത്തും വിരക്തനായി. ആ ദുഃഖത്തിൽ ഉള്ളുരുകി എഴുതിയതാണത്രേ ഇഹലോക ജീവിതത്തിൻ്റെ നശ്വരത വെളിവാക്കുന്ന ജ്ഞാനപ്പാന. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകൾ ഏറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അത്യന്തം ദുസ്സഹങ്ങളായ വ്യസനങ്ങൾ നേരിടുന്ന കാലങ്ങളിൽ ജ്ഞാനപ്പാന കേട്ടാൽ മനസ്സിന് സമാധാനം ഉണ്ടാകുമത്രേ. പുത്രവിയോഗത്തെ തുടർന്ന് പൂന്താനം ഗുരുവായൂർ അഭയം തേടി. പൂന്താനം ഗുരുവായൂർ അമ്പലത്തിൽ എത്തുമ്പോൾ അവിടെ ഒരു രോഗശമനത്തിനായി സംസ്കൃത പണ്ഡിതനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അവിടെ സന്നിഹിതരാണ്. വിദ്വാനായ ഭട്ടതിരിക്ക് പൂന്താനത്തിനോട് അകമേ പുച്ഛായിരുന്നു. പൂന്താനം ഒരു ദിവസം ഭട്ടതിരിയെ കാണാനിടയായി. ഒപ്പം താൻ രചിച്ച കാവ്യം ഒന്ന് അദ്ദേഹത്തെ കൊണ്ട് പരിശോധിപ്പിക്കും വേണം എന്നൊരു മോഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വലിയ പണ്ഡിതനല്ലേ, ഇതിൽ വല്ല തെറ്റുണ്ടെങ്കിലും തിരുത്താലോ എന്ന മോഹമായിട്ടാണ് ചെന്നത്. എന്താ പൂന്താനം? ഒന്നുമില്ല, വെറുതെ ഒന്ന് കാണാൻ വന്നതാ. ഓ ആണോ? എന്നാ കണ്ടൂലോ, പോയിക്കൂടെ? അല്ല, ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താ അത്? ഉണ്ടൊരു കൃതി അല്ല വികൃതി എൻ്റേതായി, ഉണ്ടൊരു കൃതി അല്ല വികൃതി എൻ്റേതായി, ചൊൽക്കൊണ്ടെഴുമങ്ങുന്നതിൻ തെറ്റുകൾ തീർത്തിടണം. ഉണ്ടൊരു കൃതി അല്ല വികൃതി എൻ്റേതായി, ചൊൽക്കൊണ്ടെഴുമങ്ങുന്നതിൻ പിഴകൾ തീർത്തിടണം. ഭട്ടതിരി പുച്ഛത്തോടെ പൂന്താനത്തെ ഒന്ന് നോക്കി. ഇത് സംസ്കൃത കാവ്യമാണോടോ? അല്ലല്ലോ. വിദ്വാനായ എന്നെ ഈ ഭാഷാ കാവ്യം കാണിക്കാൻ താങ്കൾക്ക് എങ്ങനെ ധൈര്യം വന്നു? തന്നെയല്ല, വിഭക്തി അറിയാത്ത നിങ്ങൾ എഴുതിയതൊക്കെ അബദ്ധമായിരിക്കും, അതെനിക്ക് നന്നായിട്ടറിയാം. കൊണ്ടുപോയി വല്ല ഭാഷാ കവികളെയും കാണിക്ക്. ക്രൂരമായ പരിഹാസ വാക്കുകൾ കേട്ട് ഹൃദയം തകർന്നു പോയ പൂന്താനം ആ കൃഷ്ണസന്നിധിയിൽ നിന്നും പൊട്ടിക്കരഞ്ഞുപോയി. പെട്ടെന്ന് പുറകിൽ നിന്നൊരു കരച്ചില്. കൃഷ്ണ, ഹരേ കൃഷ്ണ, അയ്യോ! വേദന സഹിക്കാതെ ഭട്ടതിരി പൊട്ടിക്കരയാണ്. വാതരോഗം കുറച്ചൊക്കെ ഭേദമായിരുന്നതാണ് ഭട്ടതിരിക്ക്. അപ്പതാ ഒരശരീരി. കേളിയേറിയ മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്കേറെ ഇഷ്ടം. കൃഷ്ണന്റെ സ്വരം. പാണ്ഡിത്യ ഗർവ് പൂണ്ട ഭട്ടതിരി, എത്രയും പെട്ടെന്ന് ഈ ഭാഷാ കവിയുടെ സങ്കടം തീർക്കണം, എന്നാലേ ഈ വാതരോഗം മാറുകയുള്ളൂ. ദൈവവചനം കേട്ട് ഭട്ടതിരി അന്തം വിട്ട് പൂന്താനത്തിൻ്റെ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാഷാകാവ്യം ശ്രദ്ധയോടെ മുഴുവൻ വായിക്കുകയും അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തു. പക്ഷേ പൂന്താനത്തെ അപമാനിക്കുന്നത് ഗുരുവായൂരപ്പൻ സഹിക്കില്ല. അത്രയ്ക്കാണ് ഭഗവാന്
ആ ഭക്തനോടുള്ള പ്രേമം. പൂന്താനത്തില്ലത്തെ പൂജനാം വിപ്രന്റെ എന്നെന്നും രക്ഷകൻ കണ്ണനല്ലോ. പൂന്താനത്തില്ലത്തെ പൂജ്യനാം വിപ്രന്റെ എന്നെന്നും രക്ഷകൻ കണ്ണനല്ലോ. പൂന്താനത്തിന് പാണ്ഡിത്യം കുറവായിരുന്നെങ്കിലും ഗുരുവായൂർ അമ്പലത്തിൽ പല പണ്ഡിതന്മാരും ഭാഗവതം വായിച്ച് അർത്ഥം പറയുന്നത് കേട്ട് കേട്ട് ഭാഗവതം തന്നെ അദ്ദേഹത്തിന് ഹൃദ്യസ്ഥമായിരുന്നു. ആര് ഭാഗവതം വായിച്ചാലും അർത്ഥം പറയാൻ ആര് വേണം? പൂന്താനം വേണം എന്നായി ആളുകൾക്ക്. അതോടെ പണ്ഡിതന്മാർക്ക് പൂന്താനത്തിനോട് അസൂയയുമായി. അത് പിന്നെ അങ്ങനെയാണല്ലോ, കുറച്ച് കഴിവുള്ളവരോടൊക്കെ എപ്പോഴും അസൂയയാവും. അവരെ ഒരിക്കലും നല്ല രീതിയിലൊന്ന് പ്രശംസിക്കാൻ ഭയങ്കര മടിയാണ് ചിലർക്കൊക്കെ. ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണം അവർ തീരുമാനിക്കുകയാണ്. അന്ന് ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട രുക്മിണി സ്വയംവരമായിരുന്നു വായന. രുക്മിണിയുടെ ദൂതുമായിട്ട് ഒരു ബ്രാഹ്മണൻ കൃഷ്ണനെ കാണാൻ ചെന്നതാണ് സന്ദർഭം. രുക്മിണി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു എഴുത്തും കൊടുത്തയച്ചു എന്ന് പൂന്താനം അർത്ഥം പറഞ്ഞു. ആ പറഞ്ഞത് ശരിയല്ലല്ലോ. എഴുത്ത് കൊടുത്തയച്ചു എന്ന് ഏത് ശ്ലോകത്തിലാണോ പറഞ്ഞിട്ടുള്ളത്? കേൾവിക്കാരൊക്കെ നിശ്ചലരായി. അപ്പോൾ ശ്രീകോവിലിനകത്ത് നിന്ന് ഒരശരീരി എഴുത്ത് കൊടുത്തയച്ചിട്ടില്ല എന്ന് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? ആ ബ്രാഹ്മണൻ എൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ രുക്മിണിയുടെ ഒരു എഴുത്തും കൂടി കൊണ്ടുവന്നിരുന്നു. സാക്ഷാൽ ഭഗവാന്റെ ശബ്ദം കേട്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം സ്തബ്ധരായി. കൃഷ്ണൻ പൂന്താനത്തിന്റെ രക്ഷയ്ക്ക് എത്തിയിരിക്കുന്നു. പൂന്താനത്തില്ലത്തെ പൂജനാം വിപ്രന്റെ എന്നെന്നും രക്ഷകൻ കണ്ണനല്ലോ. പൂന്തേൻ തുളുമ്പുന്ന നൽകാവ്യങ്ങളൊട്ടേറെ കാണിക്ക നൽകിയ പുണ്യവിപ്രൻ. പൂന്താനത്തില്ലത്തെ പൂജനാം വിപ്രന്റെ എന്നെന്നും രക്ഷകൻ കണ്ണനല്ലോ. പൂന്താനത്തിന്റെ ഖ്യാതി അങ്ങനെ നാടെങ്ങും പരക്കുകയാണ്. ക്ഷേത്രത്തിലെ നമസ്കാര ഭക്ഷണത്തിന്റെ സമയത്ത് പൂന്താനത്തിന് അതിനുശേഷം സ്ഥിരമായൊരു മാന്യസ്ഥാനം നൽകിയിട്ട് ആദരിച്ചു പോന്നിരുന്നു. പക്ഷേ ഒരു ദിവസം പൂന്താനം, ഇന്ന് നമസ്കാര സദ്യക്ക് മാന്യസ്ഥാനത്ത് ഇരിക്കേണ്ട കേട്ടോ. ക്ഷേത്രത്തിലൊരു മഹാപണ്ഡിതൻ വന്നിട്ടുണ്ട്. വിദ്വാനും വേദാർഹനുമായ ഇദ്ദേഹത്തിന് വേണ്ടി പൂന്താനം സ്ഥാനം അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുക്കുക. ക്ഷേത്രം ഭരണാധികാരികളുടെ തീരുമാനം പൂന്താനത്തെ ദുഃഖിതനാക്കി. ഈ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ പൂന്താനം വിസമ്മതിച്ചു. ഒഴിഞ്ഞു കൊടുക്കില്ലാന്നോ? ആഹാ, ഇത്രയ്ക്ക് ധിക്കാരായോ? എഴുന്നേറ്റ് പോണേ. ഇല്ല ഇല്ല, ഞാൻ പോകില്ല. എന്ത്? ആരുമില്ലേ ഇവിടെ ഇയാളെ പിടിച്ച് പുറത്താക്കാൻ? ക്ഷേത്ര അധികാരികള് പൂന്താനത്തെ പിടിച്ച് വലിച്ച് പുറത്താക്കി. വേണ്ട വേണ്ട, എനിക്കൊരു സ്ഥാനവും വേണ്ട, ഞാൻ പൊയ്ക്കൊള്ളാം. വേണ്ട, എനിക്ക് ഒരു സ്ഥാനവും വേണ്ട. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല ജനിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിന് നാം വൃഥാ. ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, ഞാനിവിടെ ഇരിക്കാൻ അർഹനല്ലാത്രേ, ഞാൻ പോവാണ്. അപ്പോൾ ശ്രീകോവിലകത്തുനിന്ന് ഒരശരീരി, പൂന്താനം, ഈ ദുഷ്ട സംസർഗം വേണ്ട ഒഴിച്ചിടുക, ഈ സഹവാസം ത്യജിക്കാൻ ഒരുങ്ങുക. ഈ ദുഷ്ട സംസർഗം വേണ്ട ഒഴിച്ചിടുക, ഈ സഹവാസം ത്യജിക്കാൻ ഒരുങ്ങുക. ഇനി ഇവിടെ വരികയും ഈ ദുഷ്ടന്മാരുടെ അടുക്കൽ താമസിക്കുകയും വേണ്ട പൂന്താനം. പൂന്താനത്തിൻ്റെ ഇല്ലത്ത് വന്ന് പൂന്താനത്തെ ഞാൻ കണ്ടുകൊള്ളാം. ഇത് കേട്ട് സന്തോഷിച്ച് ഭഗവാനെ താണു വണങ്ങി പൂന്താനം തൻ്റെ ഇല്ലത്തേക്ക് തിരിച്ചുപോയി. ഇല്ലത്തെത്തി അല്പനേരം കഴിഞ്ഞപ്പോൾ തന്നെ ഭഗവാൻ കൃഷ്ണൻ അവിടേക്ക് എഴുന്നള്ളി. പൂന്താനം, ഇനി ഇവിടെ ഇരുന്ന് എന്നെ പ്രാർത്ഥിച്ചാൽ മതി, എൻ്റെ സാന്നിധ്യം എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കും. ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭക്തവത്സല, ഈ കാരുണ്യത്തിന് ഞാൻ എന്ത് സുഹൃതമാണ് ചെയ്തത്? പൂന്താനം സാഷ്ടാംഗം പ്രണാമം ചെയ്തു. കണ്ണു തുറന്നപ്പോൾ പക്ഷേ ഭഗവാൻ അപ്രത്യക്ഷനായിരിക്കുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഭഗവാനെ കണ്ട സ്ഥലത്ത് പൂന്താനം ഒരു കൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ശ്രീകോവിൽ പണിതു.
അവിടെ നിത്യവും പൂജയും നിവേദ്യവും ഒക്കെ അർപ്പിച്ചു. ആ സ്ഥലം പൂന്താനം ഇരുന്നതിൻ്റെ ഇടതുവശത്തായതിനാൽ അതിനെ ഇടതുപുറത്തമ്പലം എന്ന് പേരിട്ടു. ആ അമ്പലവും പൂന്താനം പൂജിച്ചിരുന്ന കൃഷ്ണ വിഗ്രഹവും ഇന്നും അവിടെ ഉണ്ട്. പിന്നീട് ഭഗവത് കാരുണ്യത്താൽ പൂന്താനത്തിന് ദീർഘായുസോടുകൂടി സന്താനങ്ങൾ ഉണ്ടാവുകയും വളരെ കാലം അർത്ഥ പുത്ര മിത്രാദികളോടൊത്ത് സുഖസമൃദ്ധിയോടെ ജീവിക്കുകയും ചെയ്തു ആ പുണ്യവാൻ. ഒടുവിൽ പൂന്തേനാകുന്ന കാവ്യം ഗുരുവായൂരപ്പൻ്റെ തൃച്ചേവടികളിൽ അർപ്പിച്ച് ആ ഭക്ത ശിരോമണി ഭഗവാൻ അദ്ദേഹത്തെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്ന ഐതിഹ്യം. എൻ്റെ ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. ഇന്നീ കണ്ട തടിക്കു വിനാശവും ഇന്ന നേരം എന്നേതും അറിഞ്ഞില്ല. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. നന്ദി, നമസ്തേ.